നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പുത്തൻ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളാനാണ് സാധ്യതയുള്ളത്. ആദ്യം തർക്കം തീരട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആര് എന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്ത് കർശന നിയന്ത്രണം വേണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. വാർത്തകളിലേക്ക് എല്ലാം വിശദമായി തിരിഞ്ഞെത്താം. അതിനു മുമ്പ് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. തുടർ ചർച്ചകൾ. മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലെത്തിയ ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായവും തേടിയേക്കും. കേരളത്തിലെ സാഹചര്യം നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പരിഹാരം നീളും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. ഇറാന്റെ ആവശ്യങ്ങൾ അസ്വീകാര്യമെന്ന ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ വേണം. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കണം. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം. പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും നരേന്ദ്രമോദി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ഇന്നും തുടരും. വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തേക്കും. പിണറായി വിജയൻ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ ആകാംക്ഷ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. നാളെ മുന്നറിയിപ്പ് 4 ജില്ലകളിൽ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യത. IPL ബംഗളൂരുവിന് ജയം. മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് 2 വിക്കറ്റുകൾക്ക്. പ്ലേ ഓഫ് കാണാതെ മുംബൈ പുറത്ത്. ഇന്ന് ഡൽഹി പഞ്ചാബ് പോരാട്ടം.